ഹായ് എവ്രി വൺ, സ്കിൽ സോണിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഐമൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരിയിലെ 4ാമത്തെ പാർട്ട് കറണ്ട് അഫേഴ്സ് ആണ്. ജനുവരിയിലെ കറണ്ട് അഫേഴ്സ് സ്കിൽ സോണിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക, നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മന്ദു ഫെസ്റ്റിവൽ ഈസ് ഓർഗനൈസ്ഡ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? മധ്യപ്രദേശ്. മന്ദു ഫെസ്റ്റിവൽ നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ശ്രദ്ധിക്കുക, മന്ദു ഫെസ്റ്റിവൽ നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ. മധ്യപ്രദേശിൻ്റെ ഗവർണർ ആനന്ദീബെൻ പട്ടേൽ. നമുക്ക് അടുത്ത് നോക്കാം. ഇന്ത്യ ഫസ്റ്റ് ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് വിൽ സെറ്റപ്പ് ഇൻ വിച്ച് യൂണിയൻ ടെറിട്ടറി? ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് ആരംഭിക്കാൻ പോകുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് ആരംഭിക്കാൻ പോകുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ശ്രദ്ധിക്കുക, ലഡാക്കിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും ലഫ്റ്റനൻറ്റ് ഗവർണറാണ് മനോജ് സിൻഹ. നോട്ട് ചെയ്യുക, ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും ലഫ്റ്റനൻറ്റ് ഗവർണറാണ് മനോജ് സിൻഹ. അടുത്ത നോക്കാം. ഹു ഹാസ് ബിക്കം ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻ്റർനാഷണൽ സോളാർ അലിയൻസ്? അജയ് മാത്തൂർ. ഇൻ്റർനാഷണൽ സോളാർ അലിയൻസിൻ്റെ പുതിയ ഡയറക്ടർ ജനറലാണ് അജയ് മാത്തൂർ. അടുത്ത് നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് സ്റ്റാർട്ടഡ് ദ ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ആസ്പിരൻ്റ് ഓഫ് വേരിയസ് കോമ്പറ്റീറ്റീവ് എക്സാം അണ്ടർ അഭ്യുദയ യോജന? ഉത്തർപ്രദേശ്. അഭ്യുദയ യോജന പ്രകാരം കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഉത്തർപ്രദേശ്. ശ്രദ്ധിക്കുക, അഭ്യുദയ യോജന പ്രകാരം കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ്. ഗവർണർ ആനന്ദീബെൻ പട്ടേൽ. ശ്രദ്ധിക്കുക, ഉത്തർപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദീബെൻ പട്ടേൽ. അടുത്തത് നോക്കാം. വിച്ച് റോവർ ഓഫ് നാസ സക്സസ്ഫുള്ളി ലാൻഡഡ് ഓൺ മാർസ്? പെർസെവറൻസ് റോവർ. നാസയുടെ ഏത് റോവറാണ് ചൊവ്വയിൽ വിജയകരമായി ഇറക്കിയത്? പെർസെവറൻസ് റോവർ. ശ്രദ്ധിക്കുക, നാസയുടെ ഏത് റോവറാണ് ചൊവ്വയിൽ വിജയകരമായി ഇറക്കിയത്? പെർസെവറൻസ് റോവർ. അടുത്ത നോക്കാം. വിച്ച് കൺട്രി ഹാസ് റീസെൻ്റ്ലി ടെസ്റ്റഡ് സർഫസ് ടു സർഫസ് ക്രൂയിസ് മിസൈൽ നെയ്മഡ് ബാബർ? പാകിസ്ഥാൻ. ബാബർ എന്നു പേരുള്ള സർഫസ് ടു സർഫസ് ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച രാജ്യം? പാകിസ്ഥാൻ. നോട്ട് ചെയ്യുക, ബാബർ എന്നു പേരുള്ള സർഫസ് ടു സർഫസ് ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച രാജ്യം പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ ക്യാപിറ്റൽ ഇസ്ലാമാബാദ്. പാകിസ്ഥാൻ്റെ കറൻസി പാകിസ്ഥാൻ റുപ്പി. അടുത്ത് നോക്കാം. Who is elected as the leader of opposition in രാജ്യസഭ റീസെൻ്റ്ലി? മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയുടെ പുതിയ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത് മല്ലികാർജുൻ ഖാർഗെയാണ്. ശ്രദ്ധിക്കുക, രാജ്യസഭയുടെ പുതിയ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത് മല്ലികാർജുൻ ഖാർഗെയാണ്. അടുത്തത് നോക്കാം. റീസെൻ്റ്ലി വിച്ച് കൺട്രി ഹാസ് ബാൻഡ് BBC വേൾഡ് ന്യൂസ് ഫ്രം ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ ദ കൺട്രി? ചൈന. ഏത് രാജ്യത്തിലാണ് BBC വേൾഡ് ന്യൂസിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് നിരോധിച്ചത്? ചൈന. ശ്രദ്ധിക്കുക, ഏത് രാജ്യത്തിലാണ് BBC വേൾഡ് ന്യൂസിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് നിരോധിച്ചത്? ചൈന. ചൈനയുടെ ക്യാപിറ്റൽ ബെയ്ജിംഗ്. ചൈനയുടെ കറൻസി യുഹാൻ. അടുത്ത് നോക്കാം. ഹു ഹാസ് ബീൻ ക്രൗണ്ട് മിസ് ഇന്ത്യ 220? മാനസ വാരണാസി. 2020 മിസ് ഇന്ത്യ കിരീടം ചൂടിയത് മാനസ വാരണാസിയാണ്. ശ്രദ്ധിക്കുക, 2020 മിസ് ഇന്ത്യ കിരീടം ചൂടിയത് മാനസ വാരണാസി. അടുത്ത നോക്കാം. റീസെൻ്റ്ലി ഇൻ വിച്ച് സ്റ്റേറ്റ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇനോഗ്രേറ്റഡ് മോർ ദാൻ 57 വാട്ടർ സ്ട്രക്ചർ അണ്ടർ ജലാഭിഷേകം ക്യാമ്പയിൻ? മധ്യപ്രദേശ്. ജലാഭിഷേകം ക്യാമ്പയിനിൻ്റെ ഭാഗമായി 57,000 ജലസ്രോതസ്സുകൾ ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തിരുന്നു. അത് മധ്യപ്രദേശിലാണ്. ശ്രദ്ധിക്കുക, ജലാഭിഷേകം ക്യാമ്പയിനിൻ്റെ ഭാഗമായി 57,000 ജലസ്രോതസ്സുകൾ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തിരുന്നു. അത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ, ഗവർണർ ആനന്ദീബെൻ പട്ടേൽ. അടുത്ത് നോക്കാം. റീസെൻ്റ്ലി എ റോബോട്ടിക് സ്പാ ഫെസിലിറ്റി ഹാസ് ബീൻ ഇനോഗ്രേറ്റഡ് അറ്റ് വിച്ച് റെയിൽവേ സ്റ്റേഷൻ? വിശാഖപട്ടണം. ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് റോബോട്ടിക് സ്പാ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത്? വിശാഖപട്ടണം. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമാണ്. അടുത്ത് നോക്കാം. ഹു ഹാസ് ബിക്കം ദ ഫസ്റ്റ് ബോളർ ടു ഡിസ്മിസ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് 200 ടൈം ഇൻ എ ടെസ്റ്റ്? രവിചന്ദ്രൻ അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ 200 തവണ ഇടത് കൈ ഉപയോഗിക്കുന്ന ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയ ആദ്യ ബോളറാണ് രവിചന്ദ്രൻ അശ്വിൻ. ശ്രദ്ധിക്കുക, ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ 200 തവണ ഇടത് കൈ ഉപയോഗിക്കുന്ന ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയ ആദ്യ ബോളറാണ് രവിചന്ദ്രൻ അശ്വിൻ. നമ്മൾക്ക് അടുത്ത് നോക്കാം. Who is known by the nickname of Dinga Express? ഹിമാദാസ്.
ദിങ്ക് എക്സ്പ്രസിൻ്റെ മറ്റൊരു പേരാണ് ഹിമാദാസ്. ശ്രദ്ധിക്കുക, ദിങ്ക് എക്സ്പ്രസിൻ്റെ മറ്റൊരു പേരാണ് ഹിമാദാസ്. അടുത്തത് നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് ദ ഇൻ്റർനാഷണൽ സോളാർ അലിയൻസ്? അജയ് മാത്തൂർ. ഇൻ്റർനാഷണൽ സോളാർ അലിയൻസിൻ്റെ പുതിയ ഡയറക്ടർ ജനറലാണ് അജയ് മാത്തൂർ. ശ്രദ്ധിക്കുക, ഇൻ്റർനാഷണൽ സോളാർ അലിയൻസിൻ്റെ പുതിയ ഡയറക്ടർ ജനറലാണ് അജയ് മാത്തൂർ. അടുത്തത് നോക്കാം. ന്യൂ നെയിം ഓഫ് മൊട്ടേറ സ്റ്റേഡിയം? നരേന്ദ്രമോദി സ്റ്റേഡിയം. മൊട്ടേറ സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേരാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. നരേന്ദ്രമോദി സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. നോട്ട് ചെയ്യുക, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അതിൻ്റെ പേര് നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം. അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ആപ്പ് ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ബൈ ഇന്ത്യ ടു റീപ്ലേസ് ഗൂഗിൾ മാപ്പ്? ഭുവൻ. ഗൂഗിൾ മാപ്പിന് പകരം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആപ്ലിക്കേഷൻ്റെ പേരാണ് ഭുവൻ. ശ്രദ്ധിക്കുക, ഗൂഗിൾ മാപ്പിന് പകരം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആപ്പിൻ്റെ പേരാണ് ഭുവൻ. അടുത്തത് നോക്കാം. ഞാൻ പറയുന്ന ഓരോ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ എല്ലാവരും നോട്ട് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് നോക്കാം. വിച്ച് സ്റ്റേറ്റ് ബിക്കംസ് ഇന്ത്യ ഫസ്റ്റ് ഫിഷറീസ് ഹബ്? ഗോവ. ഇന്ത്യയിലെ ആദ്യ ഫിഷറീസ് ഹബ് ആരംഭിച്ചത് ഗോവയിലാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യ ഫിഷറീസ് ഹബ് ആരംഭിച്ചത് ഗോവയിലാണ്. അടുത്തത് നോക്കാം. വിച്ച് ഇന്ത്യൻ ഹാസ് വോൺ ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ICC പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് 2021? ഋഷഭ് പന്ത്. 2021 ICC പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് ഫസ്റ്റ് എഡിഷൻ നേടിയത് ഋഷഭ് പന്താണ്. ശ്രദ്ധിക്കുക, 2021 ICC പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് ഫസ്റ്റ് എഡിഷൻ നേടിയത് ഋഷഭ് പന്താണ്. അടുത്തത് നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ അണ്ടർ സെക്രട്ടറി ജനറൽ ആൻഡ് അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം? ഉഷ റാവു മണാരി. ശ്രദ്ധിക്കുക, യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ അണ്ടർ സെക്രട്ടറി ജനറൽ ആൻഡ് അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത് ഉഷ റാവു മൊണാരിയെയാണ്. ശ്രദ്ധിക്കുക, യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1965-ലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക്. നോട്ട് ചെയ്യുക, യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1965-ലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക്. അടുത്തത് നോക്കാം. ദ ഗവൺമെൻറ് ഹാസ് അലോക്കേറ്റഡ് ഹൗ മച്ച് റുപ്പീസ് ഫോർ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ടു ബൂസ്റ്റ് ദ സേഫ്റ്റി ഓഫ് ഫാമേഴ്സ് ക്രോപ്സ്? 60,000 crore rupees. 16,000 കോടി രൂപയാണ് കർഷകരുടെ വിളയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയ്ക്കായി സർക്കാർ അനുവദിച്ചത്. ശ്രദ്ധിക്കുക, 16,000 കോടി രൂപയാണ് കർഷകരുടെ വിളയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയ്ക്കായി സർക്കാർ അനുവദിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി സ്കിൽ സോണിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സിനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽസിനും ഡിസ്കഷനും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.